അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്കയിൽ തിരുവനന്തപുരം. രോഗം സംശയിക്കുന്നത് 2 പേർക്കാണ്. ഒരാളുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായി. ഇതിൽ ഇന്ന് സ്ഥിരീകരണമുണ്ടാകും. രോഗലക്ഷണങ്ങളുള്ള നെയ്യാറ്റിൻകര സ്വദേശി 23-ന് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചിരുന്നു. ഈ യുവാവിനൊപ്പം വെൺപകലിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് ലക്ഷണങ്ങളുള്ളത്. ഇതേ കുളത്തിലിറങ്ങിയ 2 പേർ കൂടി കടുത്ത പനിയുമായി ചികിത്സയിലുമുണ്ട്. പ്രജിത് മോഹനൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രജിത്, എന്താണ് ആശങ്ക? ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കൂടുതൽ വിവരങ്ങൾ. വീണ, 23-ന് മരിച്ച യുവാവ് അദ്ദേഹം ചികിത്സയ്ക്കെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിളിച്ച ചികിത്സയിലൂടെ അദ്ദേഹം മരിച്ചു പോയിരുന്നു. പക്ഷേ അന്ന് ഇദ്ദേഹത്തിന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന രീതിയിലുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് അത്യാസന്നതയിലെ തുടർന്ന് അദ്ദേഹത്തിന് മരണം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ നാട്ടുകാരായ 2 പേർക്ക് കൂടി ഈ രീതിയിൽ കടുത്ത പനിയും രോഗലക്ഷണങ്ങളും ഒക്കെയായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. അതിൽ ഒരാളുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊരാളുടെ കൂടി ഈ രോഗം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇവർക്കൊപ്പം തന്നെ ഈ കുളത്തിൽ കുളിച്ച 2 പേർ കൂടി കടുത്ത പനിയുമായി ചികിത്സയിലുണ്ട് എന്നൊരു വിവരം കൂടിയുണ്ട്. എന്തായാലും കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഈ രോഗമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഈ 23-ന് മരിച്ച യുവാവിന് രോഗമാണോ എന്ന രീതിയിലൊരു പരിശോധന, ഈ പറഞ്ഞ രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന രീതിയിലൊരു പരിശോധന നടക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഈ നിമിഷവും വ്യക്തതയില്ല. ഈ യുവാവിനും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ യുവാവിനൊപ്പം തന്നെ ഈ കുളത്തിൽ കുളിച്ച 2 പേർ കൂടി കടുത്ത പനിയും ഈ രോഗലക്ഷണങ്ങളും കാണിക്കുന്ന സാഹചര്യത്തിൽ അന്ന് മരിച്ച 23-ാം തീയതി മരിച്ച നെയ്യാറ്റിൻകര സ്വദേശിക്കും ഈ രോഗമായിരിക്കാം എന്നുള്ള ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നപ്പോൾ ഇതിലൊന്നിനും ഇപ്പോൾ നമുക്കൊരു സ്ഥിരീകരണം പറയാൻ കഴിയില്ല. കാരണം പ്രാഥമിക പരിശോധനാ ഫലം മാത്രമാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. കൂടുതൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുക. എന്തായാലും വെൺപകലിലെ ഈ യുവാക്കൾ കുളിച്ച കുളം അത് സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ആ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ 23-ന് മരിച്ച യുവാവിന് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്തരമൊരു പരിശോധന നടന്നിരുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ അത്തരമൊരു പരിശോധന നടന്നിരുന്നു എന്നുള്ള കാര്യത്തിലടക്കം ആരോഗ്യവകുപ്പ് വ്യക്തത നൽകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ചികിത്സയിലുള്ളതിൽ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിൽ 2 പേരാണുള്ളത്. മറ്റ് 2 പേർ കൂടി ഈ കുളത്തിൽ കുളിച്ചതെന്ന് പറയുന്ന മറ്റ് 2 പേർ കൂടി കടുത്ത പനിയുണ്ട് എന്ന് നമുക്ക് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്തായാലും ഈ പ്രാഥമിക പരിശോധന ഫലം പോസിറ്റീവായ യുവാവിന്റെ പരിശോധനാ ഫലത്തിൽ അതിലൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുക.